സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. നമ്മൾ നൊസ്റ്റാൾജിയ സീരീസ് ഇലസ്ട്രേഷൻസ് ആണ് ഇപ്പോൾ ചെയ്യണത്. ആദ്യം കുക്കീസ് ചെയ്തു, ബട്ടർ കുക്കീസ്. ഇനി ഇപ്പോൾ പെൻസിൽ. നമ്മുടെ ഈ പെൻസിൽസ് നിങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. 90s ഇപ്പോഴും ഉണ്ട് തോന്നുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ആ കുട്ടിക്കാലത്ത് ഇത് കിട്ടുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നു. സോ അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ ചെയ്യാം. അതിൻ്റെ ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഫൈനലി പ്രോക്രിയേറ്റീവ് പോയി ഞാനത് ഇലസ്ട്രേഷൻ ചെയ്തു. ആൻഡ് ഐ ടുക്ക് ദാറ്റ് ആൻഡ് ഡിഡ് എ നോട്ട് പാഡ് ഡിസൈൻ. സോ പെൻസിൽ നോട്ട് പാഡ്സ് ആണ് ഇത്. ഇതിങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ വന്നത്. സോ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഇതിൽ പറയുകയാണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, സ്റ്റോളുകൾ ഇടുമ്പോൾ നമ്മൾ ആൾക്കാർ പൊതുവെ പ്രൊഡക്ട്സ് കാണുമ്പോൾ ദേ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് ഡൺ ദിസ് എന്ന്. ഞാൻ പിന്നെ പറയണം ദാറ്റ് ദീസ് തിങ്സ് ഞാൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്, ഈ കൺസെപ്റ്റൊക്കെ വെച്ച് ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ദെൻ ദേ ആർ ലൈക്ക്, ഓ ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്തതാണോ, ഓ ഭയങ്കരമായില്ലോ എന്ന്. ആദ്യം വെറുതെ ഒരു പ്രൊഡക്റ്റ് പോലെ കാണുള്ളൂ, ലൈക്ക് ഐ ആം എ സെയിൽസ് പേഴ്സൺ കൈൻഡ് ഓഫ്. സെക്കൻഡ് ടൈം നമ്മളൊരു ആർട്ടിസ്റ്റാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത്. ആക്ച്വലി നമുക്ക് ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഒരു ഇത് വരണോണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റണേ എന്ന് പറയും, സ്പിരിച്വലി പറയും. പക്ഷേ പൊതുവെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ, ഫസ്റ്റ് ഹാൻഡ് ഒരു ഇത് കാണുമ്പോൾ ദേ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ബൈ എ പേഴ്സൺ. പക്ഷെ പിന്നെ പറയുമ്പോഴാണ് അവർക്ക് ഷോക്കാവണേ, ഓ ദിസ് ഇസ് സംതിങ് എന്ന്. അപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, നമ്മളത് പറയണമെന്നാണോ നല്ലത്, പറയാണ്ടിരിക്കണമെന്നാണോ നല്ലത്. പൊതുവെ പ്രൊഡക്ട്സ് ആയാലും ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ആയാലും നമ്മൾ പറയില്ലേ ഇത് ഞാൻ ചെയ്തതാണ് എന്ന് പറയും. ശരിയാണ്, നിങ്ങളത് വിൽക്കുമ്പോൾ പറയാണ്ടിരിക്കേണ്ട പറ്റില്ലല്ലോ. somebody will ask who made these things അല്ലേ. അപ്പോൾ അത് പറയാൻ പറ്റില്ല, ഓക്കെ ദിസ് പേഴ്സൺ ഹാസ് ഡൺ ഇറ്റ് എന്ന് അല്ലേ. അപ്പം അതൊരു ചെറിയ ക്രെഡിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഡോണ്ട് വെയിറ്റ് ഫോർ അതേഴ്സ് ടു കം ആൻഡ് യുനോ റൈസ് യു അപ്പ്. നിങ്ങൾ ദർ ആർ മെനി വേസ് നൗ നമുക്ക് ഇത് സ്കില്ല് പുറത്തേക്ക് കൊടുക്കാം എന്നുള്ളത്. മീഡിയ വഴി അല്ലെങ്കിൽ ഓഫ്ലൈൻ രീതിയിൽ വർക്ക്ഷോപ്സ് വഴി ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ആൻഡ് എൻ്റെ ഇപ്പോൾ ഒരു സ്റ്റോളിപ്പോൾ വരികയാണ്. അത് 25ഉം 26 സ്റ്റൈൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആണ്. ഒരു പേരൊക്കെ വയ്ക്കുക, നിങ്ങളുടെ തന്നെ പേര് വെച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം. ആൻഡ് ദെൻ യു ട്രൈ ടു ബി യുവർ സെൽഫ്. ട്രൈങ് ടു ബി യുവർ സെൽഫ്, അത് തന്നെയാണ് ബെസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ക്വക്കി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ബി ക്വക്കി, ബിക്കോസ് അതാണ് നമ്മളുടെ റിയൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അല്ലേ ഭയങ്കര സീരിയസ് ആണ്, അധികം വർത്തമാനമൊന്നും പറയില്ല. സോ യു ഡോണ്ട് ഹാവ് ടു ടോക്ക്, യു ജസ്റ്റ് ഹാവ് ടു ആഡ് സം മ്യൂസിക് ടു ദ നമുക്ക് ഈ സ്റ്റാൻഡൊക്കെ കിട്ടില്ലേ. എനിക്കതില്ല, ഞാൻ ഐ ഹാവ് എ സ്റ്റാൻഡ്, പക്ഷെ അത് മൊബൈൽ സ്റ്റാൻഡാന്ന് മാത്രം. അപ്പോൾ മൊബൈൽ സ്റ്റാൻഡ് എങ്ങനെയാണ് അത് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. സോ ദിസ് ഇസ് ലൈക്ക് എ മൊബൈൽ സ്റ്റാൻഡ്. ഇത് നമ്മൾ ഈ ടേബിളിൽ ഈ സംഭവം ടേബിളിൽ ഫിക്സ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് വെയർ ദി മൊബൈൽ വിൽ പ്ലേസ്ഡ്. അപ്പോൾ ഇതിങ്ങനെ മൊബൈൽ പ്ലേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് സ്ലൈറ്റ്ലി നമ്മുടെ ആംഗിളൊന്നും കിട്ടില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ചെറിയ സ്റ്റാൻഡ് നിങ്ങൾ മേടിക്കുക. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ടു ഡു പുട്ട് ഔട്ട് ദോസ് ടാലൻസ് ഓവർ ദെയർ. അതാണ്. അപ്പോൾ ഇതൊരു ടിപ്പാണ് ഇത് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടും അല്ലാത്ത ആൾക്കാർക്കും അതെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് സ്കിൽസ് പറയണമെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്കിൽസ് ഉണ്ടാവാണ്ടിരിക്കില്ല. അപ്പം അതിനെയൊക്കെ ചെറിയ രീതിയിൽ ഇവിടെ ഇടുക.
സോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കായിരുന്നു. സോ എനിവേസ് ഇതൊക്കെയാണ് പ്രൊഡക്ട്സ്. ഇനിയിപ്പോൾ പ്രൊഡക്ട്സ് വരുന്നത് ഞാൻ അൺബോക്സിങ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. So stay tuned for those videos. Until next time, thank you for joining me into this kutti video.